ചടങ്ങാണ് ഇന്ന് ഇവിടെ തിരി തെളിഞ്ഞ് ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഡെഫിനറ്റ്ലി നമ്മുടെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് തന്നെയാണ്. പക്ഷെ ഇത് മാത്രമല്ല, കേരളത്തിലെ തിയേറ്റർ ഉടമകളുടെ ഏറ്റവും വലിയ സംഘടന ഫിയോക് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഫിയോക് ഇതാ വിതരണ രംഗത്തേക്ക് കടന്നു വരികയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. പവി കെയർടേക്കർ എന്ന ഈ ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് അവരാണ്. ഐശ്വര്യമായിട്ട് പവി കെയർടേക്കറിലൂടെയാണ് ഈ രംഗത്തേക്ക് അവർ കടന്നു വരുന്നത്. സോ അതിൻ്റെയും കൂടെ ഒരു ഔപചാരികമായിട്ടുള്ള ലോഞ്ചാണ് തിരി തെളിയിച്ച് നമ്മൾ നടത്താൻ പോകുന്നത്. സോ വേദിയിലുള്ള എല്ലാവരെയും ഞാൻ ആ ചടങ്ങിലേക്കായി സ്വാഗതം ചെയ്തു. തിരി തെളിയുടെ ഓഡിയോ ലോഞ്ച് ഓഫ് പവി കെയർടേക്കർ പ്ലസ് we have the official inauguration of Fiok's distribution company. ആദ്യ തിരികൊളുത്തി ഈ ചടങ്ങിനെ ശുഭാരംഭം കുറിക്കാൻ തലമുതിർന്ന നിർമ്മാതാവും വിടർന്നക്കാരനുമായ ശ്രീ സാഗ അപ്പച്ചൻ സാറിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. Please take a note everybody. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 26-ാം തീയതി മുതലാണ് നമ്മുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പ്രേക്ഷകരിൽ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴത്തെ പോലെ തന്നെ ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങൾ സഹകരിക്കണം, തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഇതൊരു മറ്റ് സിനിമകളെ പോലെ തന്നെ ഇതും പല കോടി ക്ലബുകളിലേക്ക് ഓടിച്ചാടി കയറട്ടെ. എല്ലാവിധ ആശംസകളും നമുക്ക് ടീമിനായി അറിയിക്കാം. തിയേറ്ററിലുള്ള ഒരു നീണ്ട പ്രയാണം വെച്ച് കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഫിയോക്കിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ആദ്യത്തെ സിനിമയാണ് പവി കെയർടേക്കർ. This is history. This is a moment to cherish forever. ഡെഫിനറ്റ്ലി ആദ്യത്തെ സംരംഭം മികച്ച വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. തിരിതെളിയുന്ന ചടങ്ങുകൾ കഴിഞ്ഞു. ഇനി ഫിയോക്കിന്റെ ചെയർമാനും വൈസ് ചെയർമാനും പ്രസിഡന്റും പ്രകാശിപ്പിക്കുന്ന ചടങ്ങാണ്. ആ ചടങ്ങ് നേതൃത്വം നൽകുന്നത് ലാൽ സാറുടെ വേദിയിൽ ഓൺ ബിഹാഫ് ഓഫ് ആന്റണി സാർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ചടങ്ങിലേക്ക് നമ്മൾ നടക്കുന്നു. ഫിയോക്കിന്റെ ഔപചാരികമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷന്റെ ലോഗോ ഇതാ പ്രകാശിപ്പിക്കുന്നു. ലാൽ സാറാണ് ചടങ്ങിൽ. ലാൽ സാർ പോകരുത്. ആശംസയുടെ വാക്കുകൾ പറയാതെ ഇല്ല. നമസ്കാരം. വൈകിട്ട് ദിലീപ് വിളിച്ചുണ്ടായിരുന്നു ഇങ്ങനെ പടത്തിൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് ചടങ്ങുണ്ട്. 6:30 മണിക്കാണ്. ഒന്നും ആലോചിക്കാണ്ടായിരുന്നില്ല. അവിടെ തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും, ഉറപ്പായിട്ട് എത്തിയിരിക്കും. പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഒരു ചെറിയ ഫാമിലി ഗെറ്റുഗതർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 7 മണിക്കായിരുന്നു. ഞാൻ 8 മണിക്കത്തേക്ക് മാറ്റി. അങ്ങനെ പുറപ്പെടാൻ വേണ്ടി നമ്മൾ പെട്ടെന്നൊരു ചെറിയ ആലോചന മനസ്സിലൊരു ഡൗട്ട് വന്നു. വേറെ നല്ല ചടങ്ങിന് വരികയാണ്. തീർച്ചയായിട്ടും അതിന് വന്ന് പങ്കെടുക്കുമ്പോൾ ആ പടത്തിന് വേണ്ടിയിട്ട്, ആ പടത്തിൻ്റെ വലിയ വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നൊരു മര്യാദയുണ്ട്. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഈ പ്രാർത്ഥനകൾ നമുക്ക് കളത്തിനെ കാണിക്കാൻ പറ്റില്ലല്ലോ. 26-ാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. 3-ാം തീയതി എൻ്റെ മകൻ്റെ പടം നടികൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കുഴപ്പമാകുമോ എന്ന് പറയുന്നൊരു ടെൻഷന് കുറച്ച് നേരത്തൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ ഓടുന്ന പടങ്ങൾ, നല്ല പടങ്ങളൊക്കെ
വരുമ്പോഴാണ് തിയേറ്ററിലേക്ക് ആളുകൾക്ക് വരാനുള്ള താല്പര്യവും ആഗ്രഹവും ഉണ്ടാകുന്നത്. ഇപ്പം തന്നെ നമുക്ക് മലയാള സിനിമയുടെ പുഷ്കര കാലഘട്ടം എന്ന് തന്നെ പറയാം. സിനിമകൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വിടാം. തിയേറ്ററിലേക്ക് ആളുകൾ വരാൻ കൊതിക്കുകയാണ്. ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അടുത്ത സിനിമ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് ആളുകൾക്കൊക്കെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വളരെ നല്ലൊരു സീസണിലാണ് വന്ന് നിൽക്കുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും പകർന്നുണ്ടാകട്ടെ. കെയർടേക്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും വേണ്ട ആളാണ് കെയർടേക്കർ. എന്നാൽ എല്ലാ കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരാളുമാണ് കെയർടേക്കർ. ഒരു പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിന്റെ സ്വഭാവവും അതിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വശവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ പടത്തിന്റെ വിജയത്തിന്റെ ആദ്യ പടി കയറി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കലാണ്. എല്ലാ ഐശ്വര്യങ്ങളും ദിലീപിനും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് പുതിയതായി തുടങ്ങുന്ന ഫിയോക്ക് എന്ന് പറയുന്ന ഈ വിതരണ കമ്പനിക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും തരുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്ന് കേരളത്തിലെ സിനിമ തിയേറ്റേഴ്സ് തിയേറ്റർ